ആസിഫ് എന്ന അഭിനേതാവിന്റെ പാഷനെ കുറിച്ചും പുതിയ കഥാപാത്രങ്ങൾ കണ്ടെത്താനുള്ള അതിനോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ മേഖല ടച്ച് ചെയ്യുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ആസിഫിന്റെ ഒരു കുടുംബാംഗം, കൂട്ടുകാരൻ, ഒപ്പം ആസിഫ് അലിയെ വെച്ച് ഏറ്റവും അധികം സിനിമകൾ എടുത്തിട്ടുള്ള 2 സംവിധായകരിൽ ഒരാൾ എന്നുള്ള രീതിയിലാണ്. ബൈസിക്കിൾ തീവ്സ് 2013 ഞങ്ങൾ ഒന്നിക്കുന്നത്. അന്ന് മുതൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ആസിഫ് അലിയോട് ഒപ്പം നിൽക്കുന്ന ആസിഫ് അലിയുടെ ഫാൻസ് എന്ന് ഞാൻ വിളിക്കുന്നില്ല, ഫ്രണ്ട്സ്. അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് ഒട്ടും നിങ്ങളെ മുൻപിൽ ഇപ്പം ഇങ്ങനെ ഒരു വേദിയിൽ അത് പറഞ്ഞ് കൈയടി മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന ഒരാളെന്ന രീതിയിൽ ആസിഫിന്റെ എല്ലാ അവസ്ഥകളും ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അപ്പോഴൊക്കെ വിജയത്തിലും പരാജയത്തിലും അവഹേളനയിലും ഒക്കെ ആസിഫിനോടൊപ്പം നിന്നതിന് നിങ്ങൾ അടിച്ച കൈയടി ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി തന്നെ അതൊരു ചെറിയ കാര്യമല്ല. ആസിഫ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആസിഫ് അലി ഒരു ഗുഡ് ബുക്കാണ്. സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, സിനിമയിൽ എന്തെങ്കിലും ആകണം എന്ന് അവർക്ക് മാത്രമല്ല, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ലെവലിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെടണമെന്നോ സ്വന്തമായിട്ടൊരു മാർക്ക്, ഒരു അടയാളം ഉണ്ടാക്കണം ജീവിതം കൊണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഗുഡ് ബുക്കിന്റെ പേരാണ് ആസിഫ് അലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിനൊന്നാമത്തെ കാര്യം അദ്ദേഹം ആൾക്കാരെ ഡീൽ ചെയ്യുന്ന രീതി. ഇപ്പൊ എന്റെയൊക്കെ അടുത്തേക്ക് ഒരാൾ പരിചയപ്പെട്ട് വരുമ്പോൾ ഞാൻ കീറി മുറിച്ച് പരിശോധിച്ചിട്ടാണ് ഒരാളെ എന്റെ സ്നേഹിതനാക്കുന്നത്. ആസിഫ് അലി അങ്ങനെയല്ല, വരുന്നതെല്ലാം എടുക്കും, എന്നിട്ട് ആസിഫിന്റെ ഒരു രീതിയിലേക്ക് അവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വല്ലാത്ത മാജിക് ബുക്കാണ് ആസിഫ്. അപ്പൊ അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗുഡ് ബുക്ക് എന്ന് പറയാൻ കാരണം അതൊരു നല്ല ആക്ടർ എന്നതിനപ്പുറം ഒരു നല്ല മനുഷ്യൻ. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഒരു സിറ്റുവേഷൻ, ഒരു ചെറു പുഞ്ചിരി കൊണ്ട് പോലും അല്ലെ, ആ പുഞ്ചിരിയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പുഞ്ചിരികൾ എന്നും നമ്മുടെ ചുണ്ടിൽ ഉണ്ടാവട്ടെ, എന്നും അത് സമാധാനം കൂടുതലാക്കി ഉണ്ടാക്കട്ടെ, എന്നും ഇപ്പോൾ ഉള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹത്തോടു കൂടി ആസിഫ് അലിയെ നിങ്ങൾ പറ്റിപ്പിടിച്ച് നിൽക്കട്ടെ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പുതുമകളുള്ള സിനിമയാണ്. ഒരു 1.5 ദിവസം കൂടെ കാത്തിരുന്നാൽ കാണാം. അന്ന് ജോഫിൻ എന്നോട് കഥ പറയുമ്പോൾ ഞാൻ വിജയ് സൂപ്പറും പൗർണമി ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് അതിന്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എന്റെ റീസൺ. ഒരുപാട് എക്സൈറ്റ് ചെയ്തിട്ടുള്ള കഥയാണ് രേഖാചിത്രം. അന്നും പേര് രേഖാചിത്രം തന്നെയായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ കഥയുടെ ബേസിക് ഐഡിയ വന്നപ്പോൾ തന്നെ കിട്ടിയൊരു പേരാണ് രേഖാചിത്രം എന്നുള്ളത്. അതിന് എന്തുകൊണ്ട് രേഖാചിത്രം എന്ന പേര് എന്നുള്ളത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. ഇതിലൊരു ഡയലോഗും ഉണ്ട്, സിനിമ നിങ്ങൾക്ക് എന്തെങ്കിലും കാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് അത് എത്തും എന്നുള്ളത് അത് വളരെ സത്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ജീത്തു സാറിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അല്ലല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദൃശ്യം സാർ. എന്താ പറഞ്ഞാൽ കൂമനിലാണ് നമ്മൾ ആസിക്കേന്റെ കണ്ണിന്റെ ആ ഒരു യുനോ ആസ് എൻ ആർട്ടിസ്റ്റ് അതിനെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീട് നമ്മളത് റോഷാക്കിൽ കണ്ടു. അപ്പം എവിടെ നിന്നായിരുന്നു ജീത്തു സാറിന് ആ ഒരു ഐഡിയ വന്നത്? ഓക്കെ, ലൈക്ക് ഐ ക്യാൻ യൂസ് ആസിഫിന്റെ കണ്ണ് ഇൻ ദിസ് പെർട്ടിക്കുലർ വേ എന്നുള്ള രീതിയിൽ ഐഡിയ വന്നപ്പോഴാണെന്നും ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയാമല്ലോ. നമ്മളിപ്പോൾ അതിനകത്തൊരു ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ. ആ ക്യാരക്ടർ ഒരു പോലീസുകാരൻ, ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര സിൻസിയറാണ്, പക്ഷെ എവിടെയെങ്കിലും അയാളെ കൊണ്ട് പ്രൊവോക്ക് ചെയ്യോ മത്സരബുദ്ധിയോടെ പിന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതെപ്പോഴും എനിക്ക് തോന്നുന്നത് കൂടുതലും ഒരാളുടെ ഇമോഷൻസ് ഫസ്റ്റ് ഒരു പക്ഷെ കിട്ടുന്നത് കണ്ണുകളിലായിരിക്കും. അതൊരു പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. ആസ് ആൻ ആക്ടർ അത് ആസിഫിന് നന്നായിട്ട് അറിയാമായിരുന്നു. ആസിഫ് അത് നന്നായിട്ട് പെർഫോം ചെയ്തു. ഞങ്ങളത് യൂട്ടിലൈസ് ചെയ്തു. അതാണ് എൻ്റെ ജോലി. പിന്നെ നമ്മൾ പല കാര്യങ്ങളും നമ്മളൊരു ക്യാരക്ടറൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പക്ഷെ ആ കണ്ണുകൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ കണ്ണുകൾ അങ്ങനെ എടുത്ത് യൂസ് ചെയ്യുക അങ്ങനെയുള്ള ഇതിലൊന്നുമില്ല. ആസ് എ ഹോൾ നമ്മൾ ആ മാനറിസവും പല കാര്യങ്ങളിലും നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. നമ്മളത് ചെയ്തു. അതിനകത്ത് കണ്ണുകളിൽ തരുന്നത് ഒരു എന്താ പറയുക, അതിലൂടെ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇത് തരുന്നത് ആക്ടറിന്റെ കഴിവാണ്. ഞാനായിട്ടൊന്നും ചെയ്യുന്നത് ചേട്ടൻ പറഞ്ഞത് ഞാനിപ്പോ കണ്ണുകൊണ്ട് എന്ത് മാജിക് ആണ് കാണിക്കാൻ പോകുന്നതാണ് എല്ലാരും ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞറിയോ, നമ്മളത് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തോളൂ, മാജിക്കായിട്ട് സംഭവിച്ചു. അതൊരു ഇമ്പോണാണ്, അത് തന്നെ വന്നോളൂ. നമ്മളത് ചെയ്യാൻ പ്ലാൻ ചെയ്തിറങ്ങിയാൽ അത് ബേസിക് ആയിട്ട് എനിക്ക് പറഞ്ഞാൽ ആസിഫ് ഒരു നല്ല ആക്ടറിനെ സംബന്ധിച്ചപ്പം ആസിഫ് അടക്കം ഉള്ളവർ നിങ്ങൾക്കൊരു ക്യാരക്ടറൈസേഷൻ കിട്ടി നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പതുക്കെ അതിലേക്ക് കയറും. അത് കയറുമ്പോൾ അത് സംഭവിക്കും.
അതങ്ങനെയാണത്. പിന്നെ ജോഫിനെ ടെൻഷൻ എപ്പോഴും നല്ലതാ. ഇപ്പൊ ഞാൻ ഏത് സിനിമ ചെയ്യുമ്പോൾ ടെൻഷനാണ്, പക്ഷെ ഇതിനെക്കുറിച്ച് അധികം ടെൻഷൻ ഒന്നും അടിക്കണ്ട. അത് എനിക്കൊരു ആത്മവിശ്വാസം, നമുക്കൊരു സാധനം കാണുമ്പോൾ അറിയാലോ. താങ്ക് യു സർ.